ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ബഹാവുദ്ദീൻ. സോ ഗൈസ്, എനിക്ക് നിങ്ങൾ ചോദിക്കാനുള്ള ഒരു കാര്യം, ഇത്തവണ ഈ ചോദ്യങ്ങൾ ചോദിച്ചാലോ? അതായത് റീസെന്റ് ഈ കഴിഞ്ഞ പബ്ലിക് എക്സാംസിൽ ഒന്നും ചോദിക്കാത്ത കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഇത്തവണ ആനുവൽ എക്സാമിന് ചോദിച്ചാലോ? ഡസൻ മാറ്റർ, നമുക്ക് നോക്കാം. ഓക്കെ, അതിലൊന്നാമത്താണ് ഓപ്പണിംഗ് എൻട്രീസ്. എന്താണ് ഓപ്പണിംഗ് എൻട്രി? പല കുട്ടികൾക്കും എന്താണ് ഓപ്പണിംഗ് എൻട്രി എന്ന് ചോദിക്കുമ്പോൾ തറാ പറ കുറ്റിച്ചറ എന്നൊക്കെയാണ് എഴുതി വെക്കുന്നത്. ക്ലിയർ? അതായത് ഓപ്പണിംഗ് എൻട്രി വളരെ സിമ്പിൾ ആയിട്ടുള്ള എൻട്രിയാണ്. ഇത് വായിച്ചാൽ തന്നെ ഓപ്പണിംഗ് എൻട്രി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എന്താ ഓപ്പണിംഗ് എൻട്രി? ഒരു ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ഒരു വർഷത്തിന്റെ ബിഗിനിങ്ങിൽ, ക്ലിയർ അല്ലേ, നമ്മൾ എന്ത് ചെയ്യും? കഴിഞ്ഞ വർഷത്തെ പല ഐറ്റത്തിനെയും ക്യാരി ഫോർവേഡ് ചെയ്യും. മനസ്സിലായോ? ഇപ്പൊ കഴിഞ്ഞ വർഷത്തിന് ബാക്കി ഈ വർഷത്തേക്ക് എടുക്കുമല്ലോ. മനസ്സിലായോ? വീട്ടിൽ എന്താ ചെയ്യുക? ഇന്നലത്തെ ഉണ്ടാക്കിയ മീൻകറിന്റെ ബാക്കി ഇന്നത്തേക്ക് എടുക്കൂലേ? അതേപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ പല അക്കൗണ്ടിന്റെ ബാലൻസ് നമ്മൾ എന്ത് ചെയ്യും? ഈ വർഷത്തേക്ക്, കറണ്ട് ഇയറിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ക്യാരി ഫോർവേഡ് ചെയ്യും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഇത്തരത്തിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ പാസ് ചെയ്യുന്ന ജേണൽ എൻട്രി വിളിക്കുന്ന പേരാണെന്ത്? ഓപ്പണിംഗ് എൻട്രി. നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദി ഫസ്റ്റ് ജേണൽ എൻട്രീസ് മെയ്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ആൻ അക്കൗണ്ടിംഗ് പീരിയഡ് ടു ബ്രിങ് ഫോർവേഡ് ദി ക്ലോസിംഗ് ബാലൻസ് ഓഫ് അസറ്റ്, ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ ഫ്രം ദി പ്രീവിയസ് പീരിയഡ് ഇൻ ടു ദി കറന്റ് പീരിയഡ്. കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഈ വർഷത്തിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ നമ്മൾ പാസ് ചെയ്യുന്ന ജേണൽ എൻട്രി ആണ് മക്കളെ ഓപ്പണിംഗ് എൻട്രി. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ്, ഇത് ഏതൊക്കെ ഐറ്റംസിനാണ്? അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ. അതായത് ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യുന്ന ഈ 3 ഐറ്റത്തിനായിരിക്കും മക്കൾ എന്തുണ്ടാവുക? ഈ ഒരു ഓപ്പണിംഗ് എൻട്രി നമ്മൾ പാസ്സാക്കാം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഓപ്പണിംഗ് എൻട്രി എന്ന് പറയുന്നത് എന്താണ്? ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യുന്ന ഈ 3 ഐറ്റംസ് ഏതൊക്കെ? അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ. ഈ 3 ഐറ്റത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ക്യാരി ഫോർവേഡ് ചെയ്യുക. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്ലോസിംഗ് എൻട്രീസ്, നേരെ ഓപ്പോസിറ്റ്. ഓപ്പണിംഗ് എൻട്രി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു വർഷം സ്റ്റാർട്ട് സമയത്തുള്ളതാണെങ്കിൽ ക്ലോസിംഗ് എൻട്രി എന്താ? ഒരു വർഷത്തിന് എൻഡിൽ. അതായത് ചില സിറ്റുവേഷൻസിൽ ടെമ്പററി ആയിട്ട് നമ്മൾ ഫേമിൽ പ്രിപ്പയർ ചെയ്യുന്ന പല അക്കൗണ്ടുകളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നോമിനൽ അക്കൗണ്ട്സ് ഏതൊക്കെയാ മക്കളെ? നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ സിംപ്ലി വി ക്യാൻ സേസ് ദാറ്റ് എക്സ്പെൻസസും ഇൻകംസും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എന്താണ്? എക്സ്പെൻസും ഇൻകവും. ക്ലിയർ? ഈ എക്സ്പെൻസിനെയും ഇൻകത്തിനെയും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? ഓരോ വർഷത്തിൽ നമ്മൾ ക്ലോസ് ചെയ്യണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഓരോ വർഷം നമ്മൾ എന്ത് ചെയ്യണം? ഈ എക്സ്പെൻസിനെയും ഇൻകത്തിനെയും ക്ലോസ് ചെയ്യണം. കാരണം എന്താ? എക്സ്പെൻസും ഇൻകവും ഒരിക്കലും അടുത്ത വർഷത്തെ ക്യാരി ഫോർവേഡ് ചെയ്യൂല. മനസ്സിലായോ? ഈ വർഷത്തെ റെന്റ് ഈ വർഷമേ റെക്കോർഡ് ചെയ്യുള്ളൂ. വിചാരിക്കും, എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്തു? ഈ വർഷം റെന്റ് ആയിട്ട് ഒരു 10,000 റുപ്പീസ് പേ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, 10,000 ഞാൻ പേ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഡാറ്റ, ഈ അക്കൗണ്ട്സ് ഞാൻ ഈ വർഷം മാത്രം കാണിച്ചാൽ മതി. അടുത്ത വർഷത്തിലേക്ക് ഒരിക്കലും ഞാൻ ക്യാരി ഫോർവേഡ് ചെയ്യൂല. കാരണം എന്താ? ഈ വർഷത്തെ എക്സ്പെൻസ് ആണ്. അപ്പൊ ഈ വർഷം മാത്രം കാണിച്ചാൽ മതി. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ക്ലോസിംഗ് എൻട്രി പാസ് ആയിരിക്കും. എന്തിന്? എക്സ്പെൻസിനെയും ഇൻകത്തിനെയും പെർമനന്റ്ലി ക്ലോസ് ആക്കാൻ വേണ്ടിയിട്ട്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ അങ്ങനെ പാസ് ചെയ്യുന്ന എൻട്രിനെ വിളിക്കുന്ന പേരാണെന്ന് മക്കളെ ക്ലോസിംഗ് എൻട്രീസ്. പറഞ്ഞ കാര്യം ക്ലിയർ? ഓക്കെ ആണ്. സോ നമുക്ക് നോക്കാം. ക്ലോസിംഗ് എൻട്രീസ് ആർ ദി ജേണൽ എൻട്രീസ് മെയ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് എൻ അക്കൗണ്ടിംഗ് പീരിയഡ് ടു ക്ലിയർ ഔട്ട് ടെമ്പററി അക്കൗണ്ട്സ് ആൻഡ് ട്രാൻസ്ഫർ ദാറ്റ് ബാലൻസസ് ടു പെർമനൻസ് അക്കൗണ്ട് സോ ദാറ്റ് ബുക്ക് ക്യാൻ ബി സാറ്റിസ്ഫൈഡ്. അതന്നെ. പറഞ്ഞ കാര്യം ക്ലിയർ? ഓക്കെ ആണ്. നമ്മൾ പറഞ്ഞതല്ലാതെ വേറെ ഒന്നും ഇവിടെ നമുക്ക് പറയാനില്ല. ഓക്കെ, മൂന്നാമത്തേത് ട്രാൻസ്ഫർ എൻട്രീസ്. എന്താണ് മക്കളെ? ട്രാൻസ്ഫർ എൻട്രി. എന്താ ട്രാൻസ്ഫർ എൻട്രി? ട്രാൻസ്ഫർ എൻട്രി ഈസ് എ ജേണൽ എൻട്രി മെയ്ഡ് ടു ഷിഫ്റ്റ് ബാലൻസസ് ഓർ എൻ എമൗണ്ട് ഫ്രം വൺ ലെഡ്ജർ ടു അനദർ ലെഡ്ജർ. അതായത് ഒരു ലെഡ്ജറിൽ നിന്നും മറ്റൊരു ലെഡ്ജറിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? എമൗണ്ടിനെ ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ പാസ് ചെയ്യുന്ന ജേണൽ എൻട്രി വിളിക്കുന്ന പേരാണ് മക്കളെ ട്രാൻസ്ഫർ എൻട്രി. ട്രാൻസ്ഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന എൻട്രിയെ ട്രാൻസ്ഫർ എൻട്രി എന്ന് വിളിക്കുന്നു. എക്സ്പെൻസിനെയും ഇൻകത്തിനെയും ക്ലോസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എൻട്രിയെ വർഷത്തിന്റെ അവസാനത്തിൽ എക്സ്പെൻസിനെയും ഇൻകത്തിനെയും ക്ലോസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ജേണൽ എൻട്രിയെ ക്ലോസിംഗ് എൻട്രി എന്ന് വിളിക്കുന്നു. ഓക്കെ അല്ലേ? അസറ്റിനെയും ലയബിലിറ്റിയും ക്യാപിറ്റലിനെയും കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഈ വർഷത്തിലേക്ക്, കറണ്ട് ഇയറിലേക്ക് ഓപ്പൺ ചെയ്യാൻ നമ്മൾ പാസ് ചെയ്യുന്ന എൻട്രിയെ ഓപ്പണിംഗ് എൻട്രി എന്ന് വിളിക്കുന്നു. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഈ 3 സാധനം സെറ്റ് എല്ലാവർക്കും എങ്കിൽ ഇന്നാ പഠിച്ചോ. ട്രേഡ് ഡിസ്കൗണ്ടും ക്യാഷ് ഡിസ്കൗണ്ടും. ചിലപ്പം എക്സാമിനേഷൻ ഡിഫറൻസ് പോലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ് ക്യാഷ് ഡിസ്കൗണ്ട്, എന്താണ് ട്രേഡ് ഡിസ്കൗണ്ട്? വളരെ എളുപ്പമാണ് മക്കളെ. ജില്ലാക്കി നോക്കിക്കോ. വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഏരിയ ആണിത്. നോക്കിക്കോ. അതായത് ട്രേഡ് ഡിസ്കൗണ്ട് ഈസ് എ റിഡക്ഷൻ ഇൻ പ്രൈസ് ഗിവൺ ബൈ എ സെല്ലർ ടു എ ബയർ അറ്റ് ദ ടൈം ഓഫ് സെല്ലിംഗ് ഗുഡ്സ്. ഒരു സാധനം വിൽക്കുന്ന സമയത്ത്, ഒരു സാധനം വിൽക്കുന്ന സമയത്ത് ആ സാധനത്തിന്റെ പ്രൈസിൽ നമ്മൾ ഡിസ്കൗണ്ട് കുറക്കുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണെന്ന് മക്കളെ ട്രേഡ് ഡിസ്കൗണ്ട്. ഉദാഹരണത്തിന് 10 രൂപയുടെ ഒരു വസ്തു നമ്മൾ വിൽക്കുന്ന സമയത്ത് എത്ര രൂപക്ക് വിൽക്കുന്നു? 9 രൂപക്ക് വിൽക്കുകയാണെങ്കിൽ ദിസ് ഇസ് കോൾഡ് ട്രേഡ് ഡിസ്കൗണ്ട്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അതായത് ഒരു സാധനം സെല്ല് ചെയ്യുന്ന സമയത്ത് ആ സാധനത്തിന്റെ പ്രൈസിൽ റിഡക്ഷൻ കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് ട്രേഡ് ഡിസ്കൗണ്ട്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത മക്കളെ നോട്ട് ചെയ്ത് വെച്ചോ. ഇറ്റ് ഈസ് ഗിവൺ ടു എൻകറേജ് മോർ പർച്ചേസസ് ഫോർ ബൈയിങ് ബൾക്ക്. ക്ലിയർ അല്ലേ? ഒരുപാട് സാധനം വാങ്ങാൻ വേണ്ടി, ബൾക്ക് സാധനങ്ങൾ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്? നമ്മൾ
പ്രൈസ് കുറച്ച് കൊടുക്കുന്നു? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ കേട്ടില്ലേ? അതായത് ഒന്ന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ 100 രൂപ, 2 എണ്ണം വാങ്ങുകയാണെങ്കിൽ 150 രൂപ കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? ഇനിയിപ്പോൾ 3 എണ്ണം വാങ്ങുന്ന എത്ര കൊടുത്താൽ മതി? 210 രൂപ കൊടുത്താൽ മതി. പറഞ്ഞ കാര്യം ക്ലിയർ? ഇങ്ങനെ ഒരു സംഭവങ്ങൾ കണ്ടില്ലേ? ഒന്ന് വാങ്ങണമെങ്കിൽ 100, 2 എടുത്താൽ 150. ഈ സാധനം കേട്ടില്ലെങ്കിൽ ഇവിടെ നിന്ന് സംഭവം പ്രൈസ് ഡിസ്കൗണ്ടാണ്. എന്തിനാ? കൂടുതൽ സാധനങ്ങൾ ആളുകൾ വാങ്ങാൻ വേണ്ടി പ്രൈസ് കുറച്ച് കൊടുക്കുകയാണ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ദിസ് ഈസ് നോൺ ആസ് എന്ത്? ട്രേഡ് ഡിസ്കൗണ്ട്. പറഞ്ഞ കാര്യം സെറ്റാണ്. എല്ലാവർക്കും ഓക്കെയാണ്, സെറ്റാന്ന് വിചാരിക്കുന്നത്. ഫൈൻ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല മക്കളെ? ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കൂല. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് റെക്കോർഡ് ഇൻ ദ ബുക്ക് ഓഫ് അക്കൗണ്ട്സ്. ബുക്ക് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ ഒരിക്കലും എന്തിനെ കാണിക്കത്തില്ല? ട്രേഡ് ഡിസ്കൗണ്ടിനെ കാണിക്കത്തില്ല. ഇത് മനസ്സിലായോ? കാരണം എന്തുകൊണ്ടാണ്? ബില്ല് അടിച്ച് വരുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് 10 രൂപയുടെ പ്രൊഡക്റ്റിന് 9 രൂപയ്ക്ക് നമ്മൾ സെല് ചെയ്താൽ ബില്ല് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് 9 രൂപ എന്ന സാധനം, അതായത് 9 രൂപയാണ് പ്രൈസ് എന്നായിരിക്കും എവിടെ വരാം? ബില്ലിൽ വരാം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ട്രേഡ് ഡിസ്കൗണ്ടിനെ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കൂല. എന്നാൽ രണ്ടാമത്തേത് ക്യാഷ് ഡിസ്കൗണ്ട് ആണ്. ക്ലിയർ? ശ്രദ്ധിച്ച് കേട്ടോ. എന്താ ക്യാഷ് ഡിസ്കൗണ്ട്? ക്യാഷ് ഡിസ്കൗണ്ട് ഗിവ് ഇറ്റ് ഫോർ ഏർലി പേയ്മെന്റ്സ് ഓർ ഡ്യൂസ്. അതായത് നേരത്തെ പേയ്മെന്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരാൾക്ക് ഡിസ്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണത് മക്കളെ. ഓക്കെ, ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് വിളിക്കും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ വിചാരിക്കാം നിങ്ങൾക്ക് ഒരാൾ ക്യാഷ് തരാനുണ്ട്, നിങ്ങൾക്ക് ഒരാൾ എന്ത് ചെയ്യാനുണ്ട്? ഒരു 250 രൂപ തരാനുണ്ട്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം നിങ്ങൾ പറയുകയാണെന്ത്? ഈ 250 റുപ്പീസ് നിങ്ങൾക്ക് തരാനുള്ള ആളോട് നിങ്ങൾ പറയാണ്, എടാ നീ നെക്സ്റ്റ് വീക്കിൽ പൈസ തരാണെങ്കിൽ 200 രൂപ തന്നാൽ മതി. ഇങ്ങനെ നെക്സ്റ്റ് ആഴ്ച, അടുത്ത തിങ്കളാഴ്ച നീ പൈസ തരാണെങ്കിൽ എത്ര തന്നാൽ മതി? 200 രൂപ തന്നാൽ മതി. ഇവിടെ എന്താ സംഭവിച്ചത്? നേരത്തെ പൈസ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കൗണ്ട് കൊടുത്തു. എങ്ങനെ? നേരത്തെ പേയ്മെന്റ് കിട്ടാൻ നമ്മൾ എന്ത് കൊടുത്തു മക്കളെ? ഡിസ്കൗണ്ട് കൊടുത്തു. ഇങ്ങനെ നമ്മൾ ഏർലി പേയ്മെന്റ്സിന് വേണ്ടി നമ്മൾ പ്രൈസ് കുറച്ച്, അല്ലെങ്കിൽ ഏർലി പേയ്മെന്റിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? ഡിസ്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ക്യാഷ് ഡിസ്കൗണ്ട്. ക്ലിയർ? ഇതെന്തിനാ സഹായിക്കാൻ അറിയാവോ? ഇറ്റ് എൻകറേജസ് കസ്റ്റമേഴ്സ് ടു പേ ദർ ബിൽസ് ക്വിക്ക്ലി. കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും? അവരെ ബില്ല് ക്വിക്കായിട്ട് പേ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും മക്കളെ? ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ക്യാഷ് ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ കസ്റ്റമേഴ്സ് ഒക്കെ എന്ത് ചെയ്യും? വേഗം വന്ന് പേയ്മെന്റ് നടത്തും. കാരണം എന്താ? ഓക്കെ, അടുത്ത ആഴ്ച 200 അടിച്ചാൽ മതി, അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞാലോ 250 കൊടുക്കണം. അപ്പോൾ 50 ലാഭമല്ലേ എന്ന് കരുതി എന്ത് ചെയ്യും? നേരത്തെ കാലത്ത് ആളുകൾ പൈസ വന്ന് അടയ്ക്കും എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ്, ഇറ്റ് റെക്കോർഡഡ് ഇൻ ദ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ആസ് ഡിസ്കൗണ്ട് അലൗഡ്. നമ്മൾ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ ഡിസ്കൗണ്ട് അലൗഡ് ആയിട്ട് രേഖപ്പെടുത്തി വെക്കുന്നത് അത് എപ്പോഴും എന്തായിരിക്കും മക്കളെ? ക്യാഷ് ഡിസ്കൗണ്ട് ആയിരിക്കും. പറഞ്ഞ കാര്യം ക്ലിയർ? ഈ 5 കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ അല്ലേ? 1 ക്യാഷ് ഡിസ്കൗണ്ട് ആണ്, 2 ട്രേഡ് ഡിസ്കൗണ്ട് ആണ്, 3 ട്രാൻസ്ഫർ എൻട്രി ആണ്, 4 ക്ലോസിംഗ് എൻട്രി ആണ്, 5 ഓപ്പണിംഗ് എൻട്രി ആണ്. ഈ 5 കാര്യം എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ മക്കളെ, ഇത്തരത്തിലുള്ള കണ്ടന്റ് വീഡിയോസിനുണ്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ച് കേട്ടോ. സോ ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിക്ക്. വീണ്ടും കാണാം.